പ്രിയപ്പെട്ടവരെ, ശ്രീ പവിത്ര തീക്കുനിമാഷ് രക്ഷാധികാരിയായിട്ടുള്ള തീമരത്തണൽ സാഹിത്യ കൂട്ടായ്മയുടെ തീമഴയോരം എന്ന കവിതാ പുസ്തകം. ഇതിൽ തുടക്കക്കാർ മുതൽ പ്രഗത്ഭരായ കവികളുടെ കവിതകൾ ഏറെയുണ്ട്. ഇതിലേറെ ഇഷ്ടപ്പെട്ട 2 കവിതകൾ ഞാൻ വായിക്കും. പവിത്രൻ തീക്കുനിമാഷിൻ്റെ രചന ദൈവം. നാം സ്വന്തമാക്കാൻ സ്വപ്നം കാണുന്നത് പോലും ശൂന്യത മാത്രമാണ്. നാം സ്വന്തമാക്കാൻ സ്വപ്നം കാണുന്നത് പോലും ശൂന്യത മാത്രമാണ്. ഞാൻ മനുഷ്യരോട് കലഹിക്കില്ല. മുടിഞ്ഞ വേദാന്തങ്ങളെ മറവ് ചെയ്യുന്ന കവിയാണ് ഞാൻ. ഓരോ നിമിഷവും ഞാൻ എനിക്ക് തന്നെ അപരിചിതനാവുന്നു. പിറവിയിൽ വേദനിച്ചത് ദൈവങ്ങളാണ് മനുഷ്യരെക്കാൾ. എത്ര കല്ലുളിയുടെ കൊത്തേറ്റിട്ടുണ്ടാവും ഓരോ ദൈവത്തിനും. എത്ര കല്ലുളിയുടെ കൊത്തേറ്റിട്ടുണ്ടാവും ഓരോ ദൈവത്തിനും. എല്ലാ തത്വശാസ്ത്രങ്ങളും ജീവിതത്തേക്കാൾ ശൂന്യമാണ്. നാം എവിടെ നിൽക്കുന്നുവോ അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന തോന്നലിന് ഇരയല്ല ഞാൻ. മരണം പോലെ ജീവിതവും ആഴത്തിലാണ്. ആഴത്തിൽ നിന്ന് എൻ്റെ സൂര്യൻ തിരിച്ചു വരും. ഞാൻ ബുദ്ധനല്ല. എവിടെയോ കരിമ്പാറകൾ ചിതറുന്നു. അനാഥരായ ദൈവങ്ങൾ പിറവി കൊള്ളുന്നു. കൂട്ടുകാരി, നീ ചേർത്ത് പിടിക്കുന്ന നനഞ്ഞുകൊള്ളിയ വിരൽത്തുമ്പിലാണ് എൻ്റെ ദൈവം. കൂട്ടുകാരി, നീ ചേർത്ത് പിടിക്കുന്ന നനഞ്ഞുകൊള്ളിയ വിരൽത്തുമ്പിലാണ് എൻ്റെ ദൈവം. മറ്റൊരു കവിത പ്രിയ സുഹൃത്ത് സുനിയുടേതാണ്. അന്നേ ദിവസം. എല്ലാം അലക്കിത്തേച്ച് വെളുപ്പിച്ച് കുളിപ്പിക്കാൻ ഒരു ദിവസമുണ്ടാവും. എല്ലാം അലക്കിത്തേച്ച് വെളുപ്പിച്ച് കുളിപ്പിക്കാൻ ഒരു ദിവസമുണ്ടാവും. ഒറ്റ ചൂലിൽ അതിരുകളെയും കവച്ചു വെച്ച് ലോകം തൂത്തു വൃത്തിയാക്കും. നക്ഷത്രങ്ങളെല്ലാം ആകാശത്തെ വിഴുങ്ങി കൊതിമൂത്ത റോക്കറ്റുകളെ ഭൂമിയിലേക്ക് അയക്കും. നക്ഷത്രങ്ങളെല്ലാം ആകാശത്തെ വിഴുങ്ങി കൊതിമൂത്ത റോക്കറ്റുകളെ ഭൂമിയിലേക്ക് അയക്കും. ഉമ്മ വെച്ച് മാനഭംഗപ്പെട്ട പശു ഉമ്മകളാൽ കോടതി മുറിയിൽ ബലാത്സംഗം ചെയ്യപ്പെടും. അന്നേ ദിവസം ചാകാൻ കാത്തിരുന്നൊരുവൻ ചിതയൊരുക്കുന്നത് എനിക്ക് വേണ്ടിയാവും. അന്നേ ദിവസം ചാകാൻ കാത്തിരുന്നൊരുവൻ ചിതയൊരുക്കുന്നത് എനിക്ക് വേണ്ടിയാവും. തീമഴയോരം കവിതാ പുസ്തകം. എഡിറ്റർ പവിത്രൻ തീക്കുനിമാഷ്.